ശക്തിയുടെ പ്രാധാന്യം അവൻ ഓർമ്മ വന്നു. അവൻ ആ ആത്മാവിന്റെ ബലത്തോടെ ശരീരത്തിൽ നിന്ന് പുതപ്പ് വലിച്ചെടുത്തു. ഏലീശയുടെ മേൽ ഒരു ഏറെറിഞ്ഞു. ആ പുതപ്പ് അവന്റെ മേൽ വീഴുകയും അവൻ കാളയെ വിട്ടു ഏലിയാവിനെ അനുഗമിക്കുവാൻ തുടങ്ങി. പ്രവാചകന്റെ പുതപ്പ് എന്റെ മേൽ വീണെങ്കിൽ, കമ്പിളിയുടെ രോമം എന്റെ മേൽ വീണെങ്കിൽ, എന്റെ വിളിക്കുക ഞാൻ എന്നെ ഏൽപ്പിക്കുന്നു. ഏലിയാവേ, നേരെ ചൂരച്ചെടിയുടെ കീഴിൽ നിന്ന് നിന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നിരുന്നെങ്കിൽ ഈ പുതപ്പ് നീ വെറുതെ എറിയുകയുള്ളൂ. ഈ പുതപ്പിൽ തേജസ് വ്യാപരിക്കയില്ലായിരുന്നു. ഇന്ന് പകൽക്കാലം ചിലതിനെ തേജസിന്റെ ഉറവിടങ്ങളാക്കുവാൻ, സ്വർഗീയ തേജസ് പകർന്നു വയ്ക്കുവാൻ, ചിലതിന്റെ പുതപ്പിന്റെ മേൽ ദൈവകൃപ പകരുവാൻ, എന്നെയും നിങ്ങളെയും ഉപവസിപ്പിക്കുന്ന ദൈവകൃപയ്ക്കായി, പർവ്വതം കയറ്റുന്ന ദൈവകൃപയ്ക്കായി, പർവ്വതത്തിൽ എത്തിക്കുന്ന ദൈവകൃപയ്ക്കായി എന്റെ ദൈവത്തെ സ്തുതിക്കുന്നു. ഇനി നീ അങ്ങോട്ട് പോകുമ്പോൾ 2 രാജാക്കന്മാരെ കൂടെ നീ അഭിഷേകം ചെയ്തേക്കണം. ഏലിയാവേ, ഈ 3 പേർ ചേർന്ന് എന്റെ വേല നിർവഹിക്കും. ഏലിയാവേ, സഭ പല കടമ്പ കടന്ന് ഇന്നത്തെ ഇടം വരെ എത്തുവാൻ കൃപയാൽ സ്വർഗത്തിലെ ദൈവം പദവി തന്നു. അനേക പ്രാവശ്യം സ്വർഗീയ അട തിന്നവർ ഇതിനകത്തുണ്ട്. അനേക പ്രാവശ്യം സ്വർഗീയ ജലം പാനം ചെയ്തവർ ഇതിനകത്തുണ്ട്. ദൈവകൃപ അനുഭവിച്ചവർ ഇതിനകത്തുണ്ട്. ഇതിന്റെ ആകത്തുക ഒരു ദിവസം അഭിഷേകത്തിന്റെ ശക്തി പകരും. ഹല്ലേലൂയ! അത് എന്റെ മേൽ മാത്രം ഇരിക്കേണ്ടതല്ല, അടുത്ത തലമുറയ്ക്ക് അത് പകർന്നു കൊടുക്കുവാൻ, അടുത്തൊരു ജനതയ്ക്ക് അത് പകർന്നു കൊടുക്കുവാൻ, ദേശത്തെ ചുറ്റുവട്ടങ്ങളിലേക്ക് അത് പകർന്നു കൊടുക്കുവാൻ, എന്നിലും നിങ്ങളിലും കൂടെ ഒരു ഒഴുക്ക് നടത്തുവാൻ സ്വർഗം നടത്തുന്ന ദൈവത്തിന്റെ വഴികൾക്കായി സ്തോത്രം. ഏലിയാവേ, ഇവിടെ നിനക്ക് എന്ത് കാര്യം പറ? വരൂ ഏലിയാവേ, ഞാൻ നിന്നെ തിരികെ അയക്കട്ടെ. ഇന്ന് പകൽക്കാലം ക്ഷീണിച്ചവനാടാ, ഉറങ്ങിപ്പോയവന് പച്ചവെള്ളം, ശുശ്രൂഷയ്ക്ക് വേണ്ടി ദൈവം വിളിച്ച സ്ഥാനം വരെ നടന്നവന് മടങ്ങിപ്പോക്കിന്റെ കൽപ്പന. ഹല്ലേലൂയ! പ്രവർത്തനത്തിലേക്ക് നിർത്തുന്ന ദൈവത്തിന്റെ മഹാകരുണയ്ക്കായി എന്റെ കർത്താവിനെ നന്ദിയോടെ സ്തുതിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ പരാജയപ്പെടരുതേ. ദൈവം ഏറ്റവും നന്നായി തിരഞ്ഞെടുത്ത ചിലതിനെ ചില സമയത്ത് പിശാച് അടിച്ച് തറപറ്റിക്കാറുണ്ട്. നമുക്കത് ഗതികേട് സംഭവിക്കരുതേ. ഞാൻ ഇതുവരെ പ്രസംഗിച്ചു വന്നതിന്റെ മറുവശമാണ്. ഒരു വ്യക്തി പ്രയോജനപ്പെടുമെന്ന് പിശാചിന് മനസ്സിലായാൽ ആ വ്യക്തിയെ തകർക്കുവാൻ പിശാച് അവന്റെ കൂടെയുണ്ട്. ഞാനൊരു കഥ ഇങ്ങനെ കേട്ടിട്ടുണ്ട്. യേശുക്രിസ്തുവും തന്റെ 12 ശിഷ്യന്മാരും ചേർന്ന് ഒടുവിലത്തെ അത്താഴം കഴിക്കുന്ന ഒരു പിക്ചർ ലോകത്തിലെ ഏറ്റവും ഫേമസ് ആയ ചിത്രങ്ങളിൽ ഒന്നാണ്. അത്രയും പ്രചാരമുള്ള ചിത്രങ്ങൾ ഭൂഗോളത്തിൽ വേറെ ഇല്ലെന്ന് വിശ്വസിക്കപ്പെടുന്നു. ഞാൻ ക്രൂശിന്റെ ചിത്രമല്ല പറഞ്ഞത്, വരച്ചെടുത്ത പടം. യേശുവും തന്റെ 12 ശിഷ്യന്മാരും, കാർപ്പറ്റെ കാണാം, വാൾ പേപ്പറെ കാണാം, അങ്ങ് കണ്ടിടത്തെല്ലാം കാണാം. അത് യേശുവും തന്റെ 12 ശിഷ്യന്മാരുമായി ഒടുക്കത്തെ അത്താഴത്തിന് വേണ്ടി ഇരിക്കുന്ന ചിത്രം ഇന്ന് ഭൂഗോളത്തിൽ ലഭിക്കുന്നതിൽ വരയ്ക്കപ്പെട്ട ചിത്രത്തിൽ ഏറ്റവും പ്രസിദ്ധിയുള്ള ചിത്രമാണത്. ഒരിക്കൽ ആ ചിത്രം എഴുത്തുകാരൻ അതാത് കഥാപാത്രങ്ങളോട് ഏറ്റവും കൂടുതൽ സാമ്യം ലഭിക്കുന്ന വ്യക്തികളെ വിളിച്ച് മുൻപിലിരുത്തി അവരുടെ ചിത്രം വരച്ചാണ് അങ്ങനെയൊക്കെ ഉണ്ടാക്കിയത്. അതിനുവേണ്ടി യേശുവിന്റെ പടം വരയ്ക്കുവാൻ ഒരു മനുഷ്യൻ അന്വേഷിച്ച് ലണ്ടനിലുള്ള ഒരു ബാലകനെ, ഒരു ചെറുപ്പക്കാരനെ കണ്ടെടുത്തു. അദ്ദേഹത്തോട് പറഞ്ഞു, നിന്റെ പടം ഒന്ന് വരയ്ക്കുവാൻ ഒരു അനുമതി തരണം. എന്താ സംഭവം? യേശുക്രിസ്തുവും തന്റെ 12 ശിഷ്യന്മാരും കൂടെ ഒടുക്കത്തെ അത്താഴത്തിനിരിക്കുന്ന ചരിത്രം. നിന്റെ മുഖത്ത് കാണുന്ന ആ ദയ, കരുണ, ആർദ്രതയ, മനസ്സലിവ്, ക്രിസ്തുവിൽ കാണേണ്ട സകല ലക്ഷണങ്ങളും നിന്റെ മുഖത്ത് പ്രതിഫലിക്കുന്നുണ്ട്. അന്ന് അങ്ങേര് വരച്ച പടത്തേന്ന് കോപ്പി ചെയ്തെന്ന എത്രായിരം കോപ്പി കഴിഞ്ഞാൽ നമ്മളിന്ന് കാണുന്നത്. ആ ഒറിജിനൽ വരച്ച പടത്തിനകത്ത് നിന്റെ മുഖത്ത് ക്രിസ്തുവിൽ ഞങ്ങൾ പ്രതീക്ഷിക്കുന്ന എല്ലാ നല്ല ഗുണങ്ങളും കാണുന്നു. അതുകൊണ്ട് ക്രിസ്തുവിന്റെ സ്ഥാനത്ത് നിന്നെ ഒന്ന് വരയ്ക്കുവാൻ ഒന്ന് ഇരുന്ന് തരാമോ? അദ്ദേഹം പറഞ്ഞ സമയത്ത് ഇരുന്ന് കൊടുത്തു. ചില ദിവസങ്ങൾ കൊണ്ട് അവന്റെ പടം വരച്ചു. അതാണ് ക്രിസ്തുവിന്റെ സ്ഥാനത്ത് വെച്ചിരിക്കുന്ന പടം. ആ ക്രിസ്തുവും 12 ശിഷ്യന്മാരും കൂടി ഇരിക്കുന്നത്. ഇതും കഴിഞ്ഞ് ഓരോരുത്തരുടെ പടം വരയ്ക്കാൻ വേണ്ടി അതാതിന്റെ ആളുകളെ അന്വേഷിച്ച് കിട്ടി. യൂദായുടെ പടം വരയ്ക്കാൻ ഒരാളിനെ വേണ്ടി വന്നു. ഈ എഴുത്തുകാരൻ തീരുമാനിച്ചു, ജയിലിലാണ് ഇത് അന്വേഷിക്കേണ്ടത്, കാര്യം മറ്റെങ്ങും അവനെ കിട്ടത്തില്ല. അങ്ങനെ ജയിൽ തപ്പിച്ചെന്നപ്പോൾ യൂദായിൽ കാണുന്ന മോഷണം, വഞ്ചന, ക്രൂരത മുതലായ സകല ലക്ഷണങ്ങളും മുഖത്ത് തുടിക്കുന്ന ഒരു മനുഷ്യനെ കണ്ടു. അവനോട് പറഞ്ഞു, നിന്റെ പടം ഒന്ന് വരയ്ക്കുവാൻ അവസരം തരുമോ? വലിയൊരു പ്രതിഫലം ചോദിച്ചു. വലിയൊരു തുക എനിക്ക് കിട്ടണം, തരാമെന്ന് പറഞ്ഞു. എന്തിനാന്ന് ചോദിച്ചു. യേശുവും 12 ശിഷ്യന്മാരും കൂടെ ചേർന്ന് ഇരിക്കുന്നതിലെ ഒരു കഥാപാത്രത്തെ ചിത്രീകരിക്കാനാ. അവൻ പറഞ്ഞു, പക്ഷെ അങ്ങ് പണ്ടൊരിക്കൽ എന്റെ പടം വരച്ചാണല്ലോ എന്ന് ഇന്ന സ്ഥലത്ത് വെച്ച് ക്രിസ്തുവിന്റെ ചരിത്രത്തിന് വേണ്ടി. അത് ഞാൻ തന്നെയാ. എടാ പാവുമേ, നീ ഇങ്ങനെ ആയോ
അതെ, എൻ്റെ ജീവിതം തെറ്റി, ഞാൻ വഴിതെറ്റി. അന്ന് ക്രിസ്തുവിൻ്റെ പടം വരച്ച അതേ വ്യക്തിയുടെ പടമാണ് പിന്നെ യൂദായുടെ പടം വരച്ചത്. ദൈവം ഉപയോഗിക്കുവാൻ ആഗ്രഹിക്കുന്ന ദൈവ പൈതലേ, നിങ്ങളെ തട്ടി ഉടയ്ക്കാനാ പിശാച്, നിങ്ങളെ എടുത്തെറിയാനാ പിശാച്. വളർച്ചയുടെ ആത്മാവ് ദൈവം പകരുന്നുവെന്ന് കണ്ടാൽ തകർച്ചയുടെ ശക്തിയുമായി പിശാച് അടുത്തു വരും. മറക്കരുത്, ഒഴുകിപ്പോകാതെ. ഏലിയാവ് കേട്ട വാക്ക് കേൾക്കാം, ഏത് വഴിയായി പോകണം? നീ ഇവിടം വിട്ട് മടങ്ങിപ്പോകുമ്പോൾ പോതിച്ചതിലേ പോകല്ലേ, ദമ്മശേക്കുള്ള വഴിയായി പോ. ആത്മാവിന്റെ ഉയരത്തിലേക്ക് കയറിയ ദൈവ പൈതലേ, ദൈവകൃപയുടെ മുകൾ പരപ്പിലേക്ക് കയറിയ ദൈവ പൈതലേ, താഴത്തെ മണ്ഡലത്തിൽ നിന്ന് ഉയരത്തിലേക്ക് സ്വർഗത്തിലെ ദൈവം കൊണ്ടടിപ്പിച്ച ദൈവ പൈതലേ, മടങ്ങിപ്പോകേണ്ട വഴി പറയുവാൻ സ്വർഗം ആഗ്രഹിക്കുന്നു. അത് കേൾക്കുവാൻ കാത്തു നിൽക്കൂ. നീ ദമ്മശേക്കുള്ള വഴിയായി മടങ്ങിപ്പോകൂ. കൈവീശമെടുക്കനായി പോകരുത്. പോകുന്ന വഴിയിൽ നീ ചിലത് ചെയ്തിരിക്കണം. ഇന്ന് പകൽക്കാലം എന്നെ കൊണ്ട് ചിലത് ചെയ്യിക്കുവാനുള്ള ദൈവം, ഉത്തരവ് നയിക്കുവാനുള്ള ദൈവം എന്നെ ഈ പർവ്വത മുകളിൽ നിന്ന് ഏത് വഴി എന്തിനു വേണ്ടി അയക്കും? ദൈവശബ്ദത്തിന് വേണ്ടി നോക്കാം. ഏലിയാവേ, നിനക്കിവിടെ എന്ത് കാര്യം? നിന്റെ ജോലി താഴ്വരയിലാണ്, അത് ഏൽപ്പിക്കാനാണ് നിന്നെ ഇവിടെ വിളിച്ചത്. കണ്ണുകൾ അടയ്ക്കാം. കർത്താവേ, എന്നോട് അങ്ങ് ഇടപെടണമേ. ദൈവമേ, ഞാൻ പോകേണ്ട വഴി അങ്ങ് എനിക്ക് കാണിച്ചു തരണമേ. എന്റെ വഴി നഷ്ടമാകാതെ അങ്ങനെ കറക്റ്റ് ചെയ്യണമേ. ഹാഗാറിനെ ഒരിക്കൽ കറക്റ്റ് ചെയ്തു, ചോദ്യം ചെയ്യാതെ അനുസരിച്ചതിനാൽ ഭാരത്തിന് നടുവിൽ നടത്തുവാൻ, കുഴി പിളരിമാറാക്കുവാൻ യഹോവയുടെ ദൂതൻ അവിടെ കാത്തു നിന്നതുപോലെ ദൈവമേ, എന്റെ ജീവിതത്തിൽ കറക്ഷന് വേണ്ടി എന്നെ ഏൽപ്പിക്കുന്നുവെന്ന് ഇന്ന് നമുക്ക് ദൈവത്തോടൊന്ന് പറയാം. ഏലിയാവിന് വഴി പറഞ്ഞെടുത്തതുപോലെ ദൈവമേ, പോകേണ്ട വഴി പറഞ്ഞു തരണമേ, ചെയ്യേണ്ട ജോലി പറഞ്ഞു തരണമേ. ഞാൻ അങ്ങയുടെ പാത വിട്ട് പോകരുത്, പിശാച് എന്നെ തട്ടിക്കളയരുത്. ഇന്ന് പകൽ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. യേശുവേ, അങ്ങയുടെ ബലമുള്ള കരങ്ങളിലേക്ക് സഭയെ തരുന്നു, അങ്ങയുടെ കുഞ്ഞുങ്ങളെ തരുന്നു. ദൈവം ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങളെ നടത്തിപ്പുകാരനായി എഴുന്നേറ്റ് വന്ന് ഞങ്ങളെ അനുഗ്രഹിച്ച് നടത്തുന്ന ദൈവ വഴിക്കായി സ്തോത്രം. ഇന്ന് പകൽ അങ്ങയുടെ സ്വർഗത്തിൽ ചുട്ടയടയും അങ്ങയുടെ സ്വർഗത്തിൽ പകർന്ന വെള്ളവും ദൂതന്മാർ വഹിച്ചു കൊണ്ടുവരുമ്പോൾ അത് തിന്നു കുടിച്ച് അതിനകത്ത് പാക്ക് ചെയ്തിരിക്കുന്ന ശക്തിയാൽ കൽപ്പനയിൽ നിന്നും തെറ്റാതെ വഴി പെശകാതെ അങ്ങയുടെ ഉദ്ദിഷ്ട സ്ഥാനത്ത് വരെ എത്തിക്കുകയും വലിയ ദൗത്യവും ശുശ്രൂഷയും ഏൽപ്പിച്ച് എന്റെ പുതപ്പിന്റെ മേൽ അങ്ങയുടെ തേജസ് അടിപ്പിച്ച് മടക്കി അയക്കുകയും ചെയ്യുമെന്നുള്ള വാഗ്ദത്തം ഇന്ന് പകൽ സഭയായി ഞങ്ങൾ ഏറ്റെടുക്കുന്നു. ഞങ്ങളുടെ കുഞ്ഞുകുട്ടികളെ, ചെറുപ്പക്കാരെ, യുവതികളെ, യുവാക്കളെ തൃക്കരങ്ങളിൽ തരുന്നു. പിശാച് വേട്ടയാടുന്ന വ്യക്തിത്വങ്ങളുണ്ട്, തിരുമേനി വരെ ഉദ്ധരിച്ചു തരണമേ. യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ അവരെ അനുഗ്രഹിക്കുന്നു. ഒരൊറ്റ വ്യക്തി പോലും നാശത്തിനിരയാകാതെ ദൈവത്തിന്റെ ബലമുള്ള കരങ്ങളിൽ വഹിക്കപ്പെടുവാൻ യേശുവെ തൃക്കരങ്ങളിലേക്ക് അവരെ തരുന്നു. ഇന്ന് പകൽ ഈ സഭയെ ഞാൻ അനുഗ്രഹിക്കുന്നു. ദൈവകൃപ സഭയുടെ മേലിരിക്കണമേ, ദൈവത്തിന്റെ ബലം ഇതിന്റെ മേലിരിക്കണമേ. അങ്ങയുടെ കുഞ്ഞുങ്ങളെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. ഒരു തീരുമാനത്തോടെ മടങ്ങുവാൻ കൃപ തരണമേ. മഹത്വം അങ്ങേക്കായിരിക്കും. യേശുവിന്റെ നാമത്തിൽ തന്നെ പിതാവേ.